മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ CPM-ഉം കാന്തപുരം വിഭാഗവും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് മെക്സവൻ അധികൃതർക്ക് നൽകാനുള്ള ഒരു വിശദീകരണം എന്നൊക്കെ നമുക്ക് നോക്കണം. മാതൃഭൂമി ന്യൂസ് തന്നെയാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തതും. ഈ ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മെക്സവൻ രംഗത്ത് വരുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിഥികളിലേക്ക് തന്നെ പോകാം. ലക്ഷ്യം തീർച്ചയായും മെക്സവൻ അംബാസിഡർ ബാബു അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബാബു അറക്കൽ, വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടായി വരികയാണ്. മെക്സവൻ ഉണ്ടായിട്ട് കുറച്ചു കാലമായി, പക്ഷേ ഇപ്പോഴാണ് ഇത്രമാത്രം വിവാദങ്ങൾ ഇടം പിടിക്കുകയും എല്ലാവരും ചോദിക്കുകയും ചെയ്യുന്ന എന്താണ് ഈ മെക്സവൻ, എന്താണ് ഉദ്ദേശം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ മെക്സവൻ? നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വ്യായാമ മുറ കൊണ്ട്? മെക്സവൻ എന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ, അതായത് യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ്പ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും മസാജിങ്ങും അടങ്ങിയ, അതായത് 7 ഇനം വ്യായാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 21 വ്യായാമങ്ങളെ, ലളിത വ്യായാമങ്ങളെ 21 മിനിറ്റ് സമയം കൊണ്ട് 6 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തതാണ് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ്. അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ജീവിതം, പാരാമിലിറ്ററി സർവീസിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു 2010. പിന്നീട് 2 വർഷം പല റിസർച്ചുകളും ചെയ്തു. ട്രഡീഷണൽ യോഗയിലേക്ക് കുറേ ആളുകളെ ആകർഷിക്കാൻ നോക്കി. അദ്ദേഹം അതിൻ്റെ ഒരു ട്രെയിനർ കൂടിയാണ്. അപ്പോൾ ആളുകൾക്ക് ഇതിനൊന്നും സമയമില്ല. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ച വേളയിൽ ഇതിനൊരു അറുതി വരുത്തുകയും നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് 10 വർഷം നീണ്ട അദ്ദേഹം ഈ ഓരോ വ്യായാമങ്ങളും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ ഗ്രാമത്തിലുള്ള ആളുകളും ചേർന്ന് 10 വർഷം ഇതിനെ നിരന്തര നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നും ഒരുപാട് പോസിറ്റീവായുള്ള റിസൾട്ടുകൾ വരുന്നുണ്ടെന്നും മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കൊണ്ടോട്ടിയുടെ പരിസരത്തേക്ക്, പിന്നെ എൻ്റെ നാടായ പെരുവള്ളൂരിലേക്ക് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് ഒരു അലുമിനി മീറ്റിൽ വെച്ച്, EMEA കോളേജിൻ്റെ അലുമിനി മീറ്റിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് KT മുസ്തഫ ഇങ്ങനെ ഓരോരുത്തരുടെ അച്ചീവ്മെൻറ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു സംഭവമുണ്ട്, സമൂഹത്തിലെ നാനാജാതി മതക്കാരും ചെറുപ്പം വലുപ്പമില്ലാതെ എല്ലാ പ്രൊഫൈലുള്ള ആളുകളും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ ഒരു വ്യായാമം കൂടി ആളുകൾക്ക് കിട്ടുന്ന ചെറിയ സമയത്ത് ആരോഗ്യം സംരക്ഷിക്കാവുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ പഠിക്കുകയും ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ തന്നെ സുഹൃത്ത് ശിവാനന്ദൻ, അങ്ങനെ കുറേ പേര് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട്, വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും ഇതിൻ്റെ ഒരു ബ്രാഞ്ച് പെരുവള്ളൂരിൽ ആരംഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ റിസൾട്ടും ഇതിൻ്റെ ഒരു സിസ്റ്റം, അതായത് വ്യായാമം അത്യാവശ്യമാണെന്ന് അറിയുമെങ്കിലും ആളുകൾ ഇതിലേക്ക് കടന്നു വരാൻ മടിക്കുമല്ലോ, വ്യായാമം ചെയ്യാൻ മടിക്കും. പക്ഷേ ഒരുമിച്ച് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു സിസ്റ്റമായപ്പോൾ പെട്ടെന്ന് ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ 150ഉം 200ഉം ഒക്കെ കടന്നപ്പോൾ അതിൻ്റെ ഈ വന്ന ആളുകൾ തന്നെ അതിൻ്റെ പരിസരങ്ങളിലേക്കൊക്കെ ഇതിനെ ഇങ്ങനെ വ്യാപിപ്പിച്ചു. അപ്പോൾ സലാഹുദ്ദീൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾക്കിപ്പോൾ ഇനി ഇതിനെ മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കുന്ന നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സൗജന്യമായി നമുക്കിത് നാടിന് സമർപ്പിക്കാം, എനിക്ക് സാമ്പത്തിക നേട്ടമൊന്നും ആവശ്യമില്ല, നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാം, ലോകത്തെ ജനങ്ങൾക്ക് ഈ തിരക്കേറിയ ജീവിത രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കാനും ജീവിതശൈലി രോഗങ്ങൾ നേരിടാനും അങ്ങനെ സമർപ്പിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് അങ്ങനെ ആളുകൾ വരികയും അതിൻ്റെ പരിസരത്തിലേക്ക് വ്യാപിച്ച് അങ്ങനെ വന്നവർ മൗത്ത് പബ്ലിസിറ്റി, പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്സ് ഫേസ്ബുക്ക്, വാട്സപ്പ്, അതേപോലെ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ പലരും ഫീഡ്ബാക്കുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ പലർക്കും ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പൈസ മരുന്നിന് വേണ്ടി കണ്ടെത്താൻ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെട്ട ആളുകൾക്ക് പുതിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കൂട്ടായ്മ. അതിൽ എല്ലാ മതക്കാരും ജാതിക്കാരും ആളുകളുമൊക്കെ അവനവൻ്റെ എല്ലാ വിശ്വാസങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് ചേരാമെന്നും, അരമണിക്കൂർ വ്യായാമം അതും പൊതുസ്ഥലത്ത് പബ്ലിക്കായി അതിരാവിലെയാണ് പ്രിഫർ ചെയ്തത്, രാവിലെ 6 to 6:30. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് ഇതിങ്ങനെ നാട്ടുകാർ, ജനങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ അവരവരുടെ നാടുകളിൽ തുടങ്ങി അത് വലിയൊരു കൂട്ടായ്മയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇതിൻ്റെ ഇത്രമാത്രം വൈഡായിട്ടുള്ളൊരു സ്പ്രെഡിനും കാരണമായിട്ടുള്ളത്. ശരി, അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ MT ഷിഹാബ് സഖാഫി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, SYS പ്രതിനിധിയാണ്. ഷിഹാബ് സഖാഫി, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരൂഹത, ഒരു സംശയാസ്പദമായി
മെക്സവനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? NDF തുടങ്ങിയ ആ തരത്തിലാണ് ഇതിന്റെ ഒരു പ്രവർത്തനം എന്നൊക്കെ പറയാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? നമുക്കറിയാം, ഇതൊരു വ്യായാമ കൂട്ടായ്മ എന്നാണ് പറയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും വ്യായാമത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും, അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്നും കൂടി സാക്ഷ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുണ്ടാകും. നമ്മളെ പ്രശ്നം ആരെങ്കിലും സംഘടിച്ച് വ്യായാമം ചെയ്യുന്നു എന്നതൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ കുറേ സ്വഭാവങ്ങളുണ്ട്. ഇതൊരു സംഘടിത രൂപം നമ്മൾ കാണുന്നു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് വളരെ ജനകീയമായി എന്ന് അവകാശപ്പെടുന്ന തരത്തിൽ, പ്രത്യേകിച്ച് മലബാറിലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ വളരെ വ്യാപിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ വ്യാപിക്കണമെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സാധിക്കില്ലല്ലോ. ഒരു സംഭവം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ എല്ലായിടത്തും എത്തി എന്നതുണ്ടാകില്ല. എങ്കിൽ ആ വ്യാപിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവും, ഒരു പ്രവർത്തനം ഉണ്ടാവും. അതാരാണ് ലീഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതിനൊരു യൂണിഫോം ഉണ്ട്, ഇതിന് ബ്രാൻഡ് അംബാസഡർ ഉണ്ട്, ഇതിന് ടൈമുണ്ട്. അതേപോലെ തന്നെ ഓരോ ദിവസവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ പ്രാദേശിക തലത്തിൽ നിന്ന് ശേഖരിച്ചിട്ട് അത് ഏരിയ തലത്തിൽ, ജില്ലാ തലത്തിൽ അങ്ങനെ അത് ക്രോഡീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ ഒരു സംഘടിത രൂപത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ആലോചിക്കാമല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വാഭാവികമായി ഉണ്ടായി വരുന്നൊരു സംഭവം ഇത്ര സംഘടിതമായിട്ട് നടക്കുന്നു എന്നൊരു സംശയമുണ്ട്. ആ സംശയമാണ് നമ്മളൊക്കെ ഇതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ആ സംശയത്തിൻ്റെ ഉത്തരം വ്യക്തമല്ല. പിന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യം ഇല്ല. അതങ്ങനെ ഉണ്ടായിത്തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തെ പോലെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ സ്വാഭാവികമായി വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിത്തീർന്നു എന്നതിന് പിന്നിലുള്ള സംശയമാണ് നമ്മൾ ആദ്യമായിട്ട് പങ്കുവച്ചത്. പിന്നെ ഇതിൽ വേറെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയാൽ നമുക്കറിയാം, ഇത് കേരളത്തിൽ മലബാറിലാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ ഇവർക്ക് യൂണിറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മുസ്ലിം പോക്കറ്റുകളിലാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഒരു മതത്തിലെ ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യായാമം, വേറെയുള്ള ആളുകളുണ്ടെന്ന് പറയുന്നെങ്കിലും കൂടുതൽ മുസ്ലിങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്ന ഏരിയയിലാണ് ഇതിൽ കൂടുതൽ വരുന്നത്. മാത്രമല്ല, ഇതിൽ മുസ്ലിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ സൂഫി ഇസ്ലാമിൻ്റെ ആളുകൾ, സുന്നികൾ, അവർ ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം, ഇവരൊക്കെ ആയിട്ട് ഒരു അകൽച്ച സൂക്ഷിക്കുന്നുണ്ട്. അതിന് മതപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഈ കേരളത്തിലെ സുന്നികളെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വിഷയങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു അതിർവരമ്പ് ഒരു കൂട്ടായ്മ പെട്ടെന്നൊരു ദിവസം കടന്നു വന്നിട്ട് മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ സംശയിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനങ്ങളായിരുന്നാലും വളരെ വർഷങ്ങളായി പ്രതിരോധിച്ച് നിർത്തിയിട്ടുള്ളതാണ്. കാരണം അവരുടെ ആശയങ്ങൾക്ക് പ്രശ്നമുണ്ട്, അവർ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങളൊന്നും പ്രശ്നമില്ല, എല്ലാവരും ഒരുമിക്കാം. ഇപ്പോൾ സലാം പറയുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മുസ്ലിങ്ങൾ പരസ്പരം നടത്തുന്ന അഭിവാദ്യങ്ങൾ, ഈ സലാമിൻ്റെ വിഷയത്തിലൊക്കെ വളരെ വർഷങ്ങളായിട്ട് കേരളത്തിലെ ഇപ്പോഴുള്ള SYSൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നും തീരുമാനിച്ചതല്ല. അതിനു മുമ്പ് കേരളത്തിലെ പാരമ്പര്യ മുസ്ലിങ്ങൾ തന്നെയും കാത്തു സൂക്ഷിക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു മാറ്റത്തിരുത്തലുകൾ വരുത്തുക. അതേപോലെ സ്ത്രീകളെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവരിക, സ്ത്രീയും പുരുഷനും തമ്മിൽ ഇഴകി ചേർന്നുകൊണ്ടുള്ള വ്യായാമങ്ങൾ സംഘടിപ്പിക്കുക. ഇങ്ങനെ മതപരമായിട്ടുള്ള വിധിവിലക്കുകൾ ഒട്ടും പരിഗണിക്കേണ്ടതില്ല, ആ രൂപത്തിൽ മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അതിനെ പ്രശ്നവൽക്കരിക്കും. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടന എന്ത് നിലപാടാണോ മുന്നോട്ട് വെക്കുന്നത് ആ നിലപാട് പിൻവാതിലിലൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടാകുമ്പോൾ അതുന്നയിക്കും. ഈ തരത്തിലുള്ള ഇതിൻ്റെ ഉള്ളിൽ ഇതിനൊരു മറയുണ്ട്, ആ മറക്കപ്പുറത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതിലൊരു തീർപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ കേവലം ഒരു എക്സസൈസ് മാത്രം നടക്കുന്നു എന്നതുകൊണ്ടോ അതുകൊണ്ടോ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു മറ, ഒരു പുകമറയുണ്ട്, ആ പുകമറക്ക് അപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ വ്യക്തമാവണം. അതാണ് SYS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി,
ഉണ്ടായിരിക്കുന്ന പുകമറ, ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. 2 വർഷം കൊണ്ട് 2022 രൂപീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് കോഴിക്കോടും മലപ്പുറത്തും മാത്രമായി ഉണ്ടായിരിക്കുന്ന 1000-ലധികം യൂണിറ്റ്, ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള സംശയം ഉയരുന്നത് എന്നുള്ളതാണ് SYSന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അതിഥികളിലേക്ക് എത്താം. അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മുഹമ്മദ് ഷെയ്ദാണ്. ഷഹീദിലേക്ക് പോകാം. നമ്മളാണ് ആദ്യമായിട്ട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. CPM കാന്തപുരം വിഭാഗവും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യത്തിലാണ് മെക്സവൻ എന്താണ് എന്നത് സംബന്ധിച്ച് നമ്മളൊരു വിശദീകരണം ആദ്യം തന്നെ നൽകുന്നത്. മെക്സവൻ എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്തത് ആദ്യം മുഹമ്മദ് ഷഹീദാണ്. ഷഹീദിലേക്ക് പോകാം. ഷഹീദ്, ആദ്യഘട്ടത്തിൽ തന്നെ ഈ വാർത്ത കൊടുക്കുമ്പോൾ രണ്ട് ഭാഗവും മെക്സവന്റെ ഭാഗം എന്താണെന്നും അതിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ എന്താണെന്നെല്ലാം കൃത്യമായി നമ്മൾ പറഞ്ഞു പോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെക്സവനെ കുറിച്ച് അവർ തന്നെ കൃത്യമായ വിശദീകരണങ്ങൾ നൽകുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ ഒരു വിഷയം പഠിച്ച നിലയ്ക്ക് ഷഹീദിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ നമ്മൾ പ്രാഥമികമായി നമ്മൾ ഈ റിപ്പോർട്ട് നൽകിയത് ഈ മെക്സവൻ എന്ന വ്യായാമ പദ്ധതി നമ്മൾ ഇപ്പോൾ ബാബാറക്കിലൊക്കെ പറഞ്ഞതുപോലെ വിപുലമായ രീതിയിൽ 1000-ഓളം യൂണിറ്റുകളായി മലബാറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതി, അതിനെതിരെ വലിയ വിമർശനം ഒരേ സമയം രാഷ്ട്രീയ സംഘടനയിൽ നിന്നും CPM പോലുള്ള സംഘടനയിൽ നിന്നും വരുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ പ്രബലരായ മുസ്ലിം സുന്നി വിശ്വാസി സംഘടനയായ കാന്തപുരം സമസ്ത വിഭാഗ നേതാക്കന്മാരും ശക്തമായി അതിനെ എതിർക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് എതിർപ്പ് എന്ന് അന്വേഷിച്ചത്. പ്രാഥമികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കാന്തപുരം വിഭാഗ നേതാക്കന്മാർ, SYS നേതാക്കന്മാരൊക്കെയാണ് വിമർശനവുമായി മുന്നോട്ട് വന്നത്. അവർ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയും അല്ലെങ്കിൽ മുജാഹിദ് വിശ്വാസികളെ പോലെ അത്തരം സുന്നികളുടെ പാരമ്പര്യ സുന്നികളുടെ ആശയവുമായി ചേർന്ന് നിൽക്കാത്ത ആളുകൾ ഇതിൻ്റെ ഈ മെക്സവൻ സംഘടനയുടെ ഈ പല യൂണിറ്റുകളുടെയും നടത്തിപ്പുകാരായി മേൽനോട്ടക്കാരായി വരുന്നു എന്നുള്ളത് അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഷിഹാബുദ്ദീൻ സഖാഫിയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ കുറേ കാലങ്ങളായി പതിറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ചു പോരുന്ന ഒരു സുന്നി വിശ്വാസധാരയെ അത് കളങ്കപ്പെടുത്തുമോ അപായപ്പെടുത്തുമോ എന്നൊരു ആശങ്ക അവർ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ആ ആശങ്കയുടെ ഭാഗമായാണ് അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനം ഇതിനെതിരെ മുന്നോട്ട് വന്നത്. സ്വന്തം അനുയായികളോട് വിശ്വാസകരമായ കാര്യങ്ങളിൽ ഉൾപ്പെടെ ചില കാര്യങ്ങൾ ഈ മെക്സവൻ അധികൃതർ പറയുന്നു എന്നൊരു ആശങ്കയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിന് മെക്സവന് അവരുടെ വിശദീകരണമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ആശങ്ക കൃത്യമാണ്, ആ രീതിയിൽ അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനാണ് ശക്തമായ വിമർശനം കുറച്ച് ഒരു പടി കൂടി കടന്ന് പോപ്പുലർ ഫണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫണ്ടിന്റെ സജീവമായിരുന്ന ആളുകൾ ഒക്കെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നു. ഒപ്പം തന്നെ നേരത്തെ ശ്രീ ഷിഹാബ് സഖാഫി പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ ഇതിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള പല കാര്യങ്ങളും കടന്നുപോകുന്ന രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അടിസ്ഥാനപരമായി ഷഹീദ് അന്വേഷിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ആ തരത്തിൽ മറ്റെന്തെങ്കിലും ഒരു പ്രചാരണം ഇതിനിടയിൽ നടക്കുന്നുണ്ടോ? ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് മറ്റോ ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധം മുൻപേ ഉണ്ടായിട്ടുള്ളവരുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? പക്ഷേ ഇതിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ P. മോഹനൻ ചൂണ്ടിക്കാണിച്ചത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായി നിരോധിത സംഘടനയായ പോപ്പുലർ ഫണ്ടിൻ്റെ ചില നേതാക്കന്മാർ ഉണ്ട്, കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ഉദ്ധരിച്ചാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അപ്പം നമ്മൾ പ്രാഥമികമായി അന്വേഷിച്ചപ്പോഴും പല യൂണിറ്റുകളിലും ഈ സമാനമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദ് സംഘടനയുടെയും ആളുകളുണ്ട്. ഒപ്പം തന്നെ പോപ്പുലർ ഫണ്ടിൻ്റെയും അല്ലെങ്കിൽ മുൻകാല പോപ്പുലർ ഫണ്ടിൻ്റെ പ്രവർത്തകരായിരുന്ന പ്രാദേശികമായ അതിൻ്റെ ചുമതലകളൊക്കെ വഹിച്ചിരുന്ന ആളുകളൊക്കെയും സമാനമായ രീതിയിൽ ഈ സംഘടനയുടെ ഭാഗമായി ഉണ്ട് എന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ എല്ലാ വിഭാഗം ജനങ്ങളെയും ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് എങ്കിൽ പോലും കൂടുതലായും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായും വ്യാപിച്ചിട്ടുള്ളതെന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്നുള്ളൊരു സംശയം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഈ ചർച്ചയാവുന്ന സാഹചര്യം. അതായത് ഈ പോപ്പുലർ ഫണ്ടിൻ്റെ പ്രവർത്തകരായ നേതാക്കന്മാരായ ആളുകൾ ഇത്തരം ചില കൂട്ടായ്മകളുടെ ഭാഗമായി അവരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വ്യക്തമായ രീതിയിലുള്ള ഒരു പക്ഷേ ചോദിച്ചത് എന്താണ് കേട്ടില്ല. മെക്സവനെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ രംഗത്തുണ്ടോ? പോപ്പുലർ ഫണ്ടിന്റെ ഭാഗമായി അനുകൂലിക്കുന്നവരാണോ ചോദിച്ചത്? അല്ലാതെ തന്നെ വിമർശനങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെയല്ല, ഇത് ഒരു വ്യായാമ മുറ, അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ്. സ്വാഭാവികമായും അത്തരം വിമർശനത്തിനോടൊപ്പം തന്നെ ഇവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കൂടുതലായും നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ആശയധാരയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ ശക്തമായ പ്രതിരോധവുമായി രംഗത്തുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ജമാഅത്തെ ഇസ്ലാമി
പദ്ധതിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ശക്തമായി ഇതിനെ വിമർശിച്ച് അല്ലെങ്കിൽ ഇതിനെ പിന്തുണച്ചു, മെക്സവനെ പിന്തുണച്ച് രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഇന്നലെ SDPI സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ നമ്മൾ ഇത് ചോദിച്ചിരുന്നു ഈ കാര്യം. അദ്ദേഹവും ഇതൊരു വ്യായാമ പദ്ധതിയാണ്, ഇതിനെതിരെ നടക്കുന്ന എതിർപ്പുകൾ, ഉയരുന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ്, കാര്യങ്ങൾ പഠിക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് താനും ഇങ്ങനെ മെക്സവന്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന വിമർശനങ്ങളും ഒപ്പം തന്നെ പിന്തുണകളും ഏത് തലത്തിൽ ഏതൊക്കെ വിഭാഗത്തിൽ നിന്നുള്ള കാര്യം വിശദമായി വ്യക്തമാക്കുകയായിരുന്നു മുഹമ്മദ് ഷെയ്ദ്. നമുക്ക് ഒരിക്കൽ കൂടി ശ്രീ ബാവ അറക്കലിലേക്ക് പോകാം. മെക്സവൻ അംബാസിഡറാണ് അദ്ദേഹം. ശ്രീ ബാവ അറക്കൽ, ഉയർന്നു വരുന്ന ഈ വിമർശനങ്ങളുണ്ടല്ലോ, അതിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? ഇവിടെ പ്രധാനമായി അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ 2022 ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ ഇത്രത്തോളം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 1000 യൂണിറ്റുകളിലേക്ക് പടർന്നു പന്തലിക്കാൻ സാധിക്കുന്നത്? അതെങ്ങനെ മുസ്ലിം പോക്കറ്റുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു? അങ്ങനെ അവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് ശരിയാവുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഇവിടെയുള്ള കൂട്ടായ്മകളുള്ള സ്ഥലങ്ങളുള്ളത്. അത് കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? എന്തുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നില്ല? യെസ്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ തുടക്കം എല്ലായിടത്തേക്കും, ലോകത്തിൻ്റെ എല്ലായിടത്തേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഒരു 8ഓളം രാജ്യങ്ങളിൽ തന്നെ മെക്സവൻ നടക്കുന്നുണ്ട്, കേരളത്തിൻ്റെ പുറത്ത് നടക്കുന്നുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റുമായി ടൈപ്പ് ചെയ്യിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ വിവാദത്തിലേക്ക് വരാം. ഇത് തുടങ്ങിയത് കൊണ്ടോട്ടി തുറക്കലാണല്ലോ. ഈ തുറക്കൽ മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി കൂടുതലുണ്ടാവും. പിന്നീട് ഇതിൻ്റെ വ്യാപനം നടന്നത് കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കാണ്. റീസെൻ്റ്ലിയാണ് ബീച്ചിലൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നീട് ഇത് കാസർഗോഡ്, കണ്ണൂർ, പിന്നെ ഇപ്പോൾ പാലക്കാട്, ഇതിങ്ങനെ തൊട്ടറിഞ്ഞവർ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. വിമർശകർ മഹാഭൂരിപക്ഷവും ഞങ്ങൾ മനസ്സിലാക്കിയത് മെക്സവൻ സെൻറ്ററിൽ വരികയോ ഈ എക്സസൈസിൽ പങ്കെടുക്കുകയോ ചെയ്യാതെ പൂർണ്ണമായും കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ വിഭിന്ന സംസ്കാരങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് കേരളമാണെങ്കിലും ഭാരതമാണെങ്കിലും. ചില സ്ഥലങ്ങളിൽ ഞാനൊരു എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വിമർശനം ഉയരാനുള്ള കാരണം ഞാൻ പറയാം. വിമർശനം ഉയരാനുള്ള കാരണം ഞങ്ങൾ തന്നെ വളരെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പെട്ടെന്നുള്ള വ്യാപനത്തിൽ വിവിധ സംസ്കാരങ്ങളിലേക്ക് ഈ സംഭവം കടന്നു കയറിയപ്പോൾ അവിടെ നിന്ന് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഇടകലർന്ന് ചെയ്യുന്ന രീതി ഉണ്ടായപ്പോൾ പണ്ഡിതന്മാർ നിർവഹിച്ചു. നേരത്തെ അദ്ദേഹം വിശ്വാസപരമായിട്ട് പറഞ്ഞു, ഞാനും അതേ ആദർശത്തിൽ വിശ്വസിക്കുന്ന, അതേ ആദർശത്തെ AP വിഭാഗത്തിൻ്റെ അല്ലെ സുന്നി വിഭാഗത്തിൻ്റെ മുതിർന്ന ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. എനിക്ക് എൻ്റെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യമുണ്ടായപ്പോൾ സലാഹുദ്ദീൻ സാറാണെങ്കിലും ഈ മിക്സഡ് കൾച്ചർ പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായി കംപ്ലൈൻറ്റിന് ഇട വന്നപ്പോൾ ഉടനെ തന്നെ അതിന് വനിതകൾക്ക് വനിതകളായി ചെയ്യുന്ന ഒരു രീതി, കൂട്ടായി ചെയ്യുന്നവർ അവരുടെ വിശ്വാസമനുസരിച്ച് ചെയ്യുന്നവർ അങ്ങനെ, അല്ലാതെ മറ്റുള്ള രീതിയിലൊന്നും ഒരു മിക്സ് ചെയ്ത് ചെയ്യണ്ട എന്നും, പിന്നീട് സലാം ചെല്ലുക എന്ന് പറഞ്ഞൊരു സംഭവം അത് ഇതിലില്ല, 100% തെറ്റാണ്. പിന്നെ 16 മിനിറ്റോളമുള്ള എൻ്റെ ഒരു പ്രസംഗ ശകലത്തിൽ ഞാൻ പറഞ്ഞു വന്നു, ഞാൻ എങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ച എല്ലാ ആളുകൾക്കും അതിൻ്റെ പൂർണ്ണമായ ക്ലിപ്പ് ഞാൻ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പതിയിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല, പേരെനിക്ക് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ഉന്നതനായ നേതാവിന് ഞാൻ അയച്ചു കൊടുത്തു, പൂർണ്ണമായും കേട്ടു. ആ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞത് എല്ലാ ആശയ വ്യത്യാസങ്ങളും നിലനിർത്തിക്കൊണ്ടു തന്നെ 30 മിനിറ്റ് സമയം ഒരുമിച്ച് വ്യായാമം ചെയ്ത് പിരിഞ്ഞു പോകുകയാണ് പലപ്പോഴും പല സെൻറ്ററുകളിലും. അതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആരുടെയും പേരെടുത്ത് പറയാതെ, ഒരു സംഘടനയുടെയോ വിഭാഗത്തിൻ്റെയോ പേരെടുത്ത് പറയാതെ പരസ്പരം മിണ്ടാതിരുന്ന അനൈക്യത്തിലിരുന്ന ആളുകൾക്ക് പരസ്പരം കാണാനും കൈകൊടുക്കാനും സഹായമായി എന്നുള്ളതിനെയാണ്. അതിൽ അങ്ങനെ ആരെങ്കിലും വിശ്വാസത്തെ ഹനിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് TVയുടെ മുന്നിൽ വെച്ച് ഞാൻ അവരോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു 10 ടെക്സ്റ്റ് വന്ന് അതിലൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിട്ട് ഇത്രയും മഹത്തായ ഒരു സംസ്കാരത്തെ നിങ്ങൾ മറ്റ് തീവ്രവാദത്തിലേക്കും മറ്റിലേക്കും വലിച്ചയക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി അന്വേഷിക്കണമായിരുന്നു, സെൻറ്ററുകളിൽ വരണമായിരുന്നു, എന്നെപ്പറ്റി അന്വേഷിക്കണമായിരുന്നു. എൻ്റെ പ്രവർത്തനം 53 വർഷത്തെ എൻ്റെയോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിൻ്റെയോ ജീവിതത്തെ പറ്റി പഠിക്കണമായിരുന്നു. അതിന് മുതിരാതെ വെറുതെ നമ്മൾ എന്തെങ്കിലും അഭ്യൂഹം പറയുന്നതിന് ശരിയല്ല. രണ്ടാമത്, എല്ലാ അന്വേഷണങ്ങളും
തീർച്ചയായിട്ടും നേരിടാൻ മെക്സവൻ തയ്യാറാണ്. അന്വേഷണം ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ നടത്തണം. അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി സമർപ്പിക്കുകയും 2023 നവംബറിൽ നവകേരള സദസ്സിൽ വെച്ച് കേരള മുഖ്യമന്ത്രിക്ക് മെക്സവൻ ഒരു നിവേദനം സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് യോഗ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുന്നത് എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് മാത്രമാണ് ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കും ഇവർക്കുള്ള ഈ അതൃപ്തിക്കും കാരണമെന്നാണോ കരുതുന്നത്? ഒരു പ്രശ്നമില്ല. ആരെയും വികാരം ഹനിക്കാതെ ലോകത്തിന് സമർപ്പിച്ച ഒരു സംഭവത്തിൽ ഒരു കൂട്ടരെന്നുള്ള ഫോക്കസ് ഇല്ല, ഒരു നാട് എന്ന ഫോക്കസ് ഇല്ല, ഒരു സ്റ്റേറ്റ് എന്ന ഫോക്കസ് ഇല്ല. ഈ ഭാരത മഹാരാജ്യത്തിൻ്റെ യോഗ പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന, ലോകത്തിന് സമർപ്പിക്കാവുന്ന ഒരു വ്യായാമ സംവിധാനത്തെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്, ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. അതും അദ്ദേഹം ഫീസൊന്നും വാങ്ങാതെ കൊടുത്തതാണ്. അത് മാത്രമല്ല, ഇത് കേരള മുഖ്യമന്ത്രിക്ക് ഞാൻ കയ്യിൽ നവകേരള സദസ്സിൽ വെച്ച് കൈമാറിയ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്ന ആരോഗ്യ സംസ്കാരത്തെ ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുത്ത് എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കണമെന്നും ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ മാറ്റമുണ്ടാക്കാനും വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കാനും മാനസികമായിട്ട് ടെൻഷൻ മാറും. അതിൻ്റെ മറുപടി കിട്ടിയിട്ടില്ല എന്നതാണ് ഇന്ന് ഈ വിവാദമായ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റിനും ലോകത്തിനും വിട്ടുകൊടുത്ത ഒരു സാധനം അത് ഏറ്റെടുക്കുന്നതിന് പകരം ജനങ്ങൾ ഏറ്റെടുത്ത് അവരവരുടെ നാട്ടിൽ തുടങ്ങുകയും പിന്നെ ഇദ്ദേഹം പറഞ്ഞു കോർഡിനേഷൻ എണ്ണം പിന്നെ എത്ര ആൾ എന്നൊക്കെ. അതിനൊരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് യൂണിറ്റുകൾ, അടുത്തടുത്ത യൂണിറ്റ്. ഉദാഹരണം, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ബീച്ചിൽ തുടങ്ങിയതിന് ശേഷം ഇത് ആരംഭിച്ചു, കുറ്റിച്ചിറയിൽ ആരംഭിച്ചിട്ടുണ്ട്, പിന്നെ സ്വപ്നനഗരിയിൽ ആരംഭിക്കാൻ പോകുന്നുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ തന്നെ 4 or 5 യൂണിറ്റുകളുണ്ട്. അതിന്റെ ചാർജ് ബീച്ചിലെ രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ, നമുക്ക് സമയക്കുറവ് കൂടിയുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത്. മറ്റൊന്ന്, ഏതെങ്കിലും സമുദായ സംഘടനകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? കോഴിക്കോടും ഒപ്പം തന്നെ മലപ്പുറവും അല്ലാതെ കേരളത്തിൽ മറ്റേതൊക്കെ ജില്ലകളിലേക്ക് നിങ്ങൾ വ്യാപിക്കുന്നുണ്ട്? ഞങ്ങൾ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, അതേപോലെ തന്നെ കൊല്ലത്ത്, എറണാകുളത്തൊക്കെ 1 or 2 യൂണിറ്റുകളുണ്ട്. അത് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയ ആളുകൾ, അധ്യാപകർ അവർ കൊണ്ടുപോയതാണ്. പിന്നെ വയനാട്, കാസർഗോഡ്, കണ്ണൂർ കേരളത്തിൽ, പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപകമായിട്ട് ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന റിക്വസ്റ്റിന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മറുപടി അവിടുത്തെ ഗവൺമെൻറ്റുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷനുമായോ യോജിച്ചല്ലാതെ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ തന്നെ വിവാദങ്ങൾ ഉണ്ടാകും, അതിന് തടയാൻ സാധിക്കില്ല എന്ന അവസ്ഥയിൽ വന്ന് ഇത് അനിയന്ത്രിതമായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു രാഷ്ട്രീയ സംഘടനയുമായിട്ടും ബന്ധമില്ലാത്ത ആളാണ്. ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. മെക്സവന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടോ? സമുദായ സംഘടനകളുമായി ബന്ധമുണ്ടോ? ഒരു സംഘടനയുമായിട്ട് ബന്ധമില്ല. ഒരു സംഘടനയുമായിട്ട് ബന്ധമില്ല. എല്ലാ രാഷ്ട്രീയം, ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ, BJPയുടെ, SNDPയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കേരള കോൺഗ്രസിൻ്റെ ഒക്കെ സ്റ്റേറ്റ് ലീഡേഴ്സ് അടക്കമുള്ള ആളുകൾ കംപ്ലീറ്റ്, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, PTA റഹീം സാഹിബ്, പിന്നെ മഞ്ഞളാംകുഴി അലി തുടങ്ങി പ്രഗത്ഭരായ 14 or 15 MLAമാർ വിവിധ പരിപാടികളിൽ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എക്സസൈസ് സ്ഥിരമായി ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ ഗുണഗണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരിക്കലും ഒരു സമുദായത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പാർട്ടിയുടെയോ ആലയിൽ കെട്ടി ചെറുതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരെയെങ്കിലും വിഷമിപ്പിക്കുന്ന നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് SYF പ്രതിനിധിയായിട്ടുള്ള MT ഷിഹാബ് സഖാഫിയിലേക്ക് കൂടി പോകാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇത് ഒരു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കേരളത്തിലുടനീളം വ്യാപിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം രാജ്യങ്ങളിൽ വ്യാപിക്കാനായിട്ട് തങ്ങൾ ശ്രമിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ SYF ഒക്കെ ആദ്യം തന്നെ മുതൽ സംശയം ഉന്നയിച്ചു വന്നിരുന്നത് സുന്നിയെ തകർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെയായിരുന്നു. ഇത്തരം സംശയങ്ങൾക്ക് പുറമെയായി, കേവലം സംശയങ്ങൾക്ക് പുറമെയായി എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഇതിൽ നിങ്ങൾക്ക് സംശയത്തിന്റെ മുൾമുനയിലേക്ക് എത്തിക്കാൻ മാത്രം കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് പിന്നിൽ ആരുടെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോ മറ്റാരുടെങ്കിലും വാക്കുകളോ നിങ്ങൾക്കറിയാമോ? ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ബാബാ സാഹിബ് ഇപ്പോൾ പറഞ്ഞത് ഒരു സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായി. അതിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് സംസാരിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ അതിലൊരു ഭാഗം ഉദ്ധരിച്ചു.
അതിലത് ശരിക്കു പറയുന്നത് പരസ്പരം അറിയാത്ത പണ്ഡിതന്മാർക്ക് വേണ്ടി, നേതാക്കൾക്ക് വേണ്ടി മിണ്ടാതിരിക്കുകയും സലാം പറയാതിരിക്കുകയും ചെയ്ത പണ്ഡിതന്മാർക്ക് വേണ്ടി എന്ന് ആളുകളിൽ നിന്ന് പറഞ്ഞിട്ടില്ല മാറ്റം വരുത്തി. ആരെയും പേര് പറഞ്ഞിട്ടില്ല, നേതാക്കൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. നേതാക്കൾക്ക് വേണ്ടി, നാം അറിയാത്ത, നമ്മളറിയാത്ത നേതാക്കൾക്ക് വേണ്ടി പരസ്പരം സംസാരിക്കാതിരുന്ന ആളുകൾക്കിടയിൽ സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്നി സംഘടനയെ സംബന്ധിച്ചിടത്തോളം നേതാക്കളൊക്കെ പണ്ഡിതന്മാർ തന്നെയാണ്. സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ല, ഞാൻ അതല്ല പറയട്ടെ, വെയിറ്റ് ചെയ്യാൻ പറയട്ടെ, പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പറയട്ടെ, സുന്നി സംഘടനകള് ജമാഅത്തെ ഇസ്ലാമിയോടായാലും മുജാഹിദ് പ്രസ്ഥാനത്തിനോടായാലും സംസാരിക്കരുത്, മിണ്ടരുത്, സലാം പറയരുത് എന്നതിന്റെ പിന്നിലുള്ള കാരണം പുതിയ സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ സാമുദായിക അന്തരീക്ഷമൊക്കെ അറിയുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബഹിഷ്കരണം വേണമെന്ന് സുന്നികൾ നിലപാടെടുത്തതുകൊണ്ടാണ് കേരളത്തിൽ താഗൂത്തിയൻ ഗവൺമെന്റ് ഹുക്കൂമത്തെ ഇലാഹി ഇഖാമത്തുദ്ദീൻ നിലപാടുകളിൽ നിന്ന് അവരെ പിടിച്ചു നിർത്താൻ പറ്റിയത്. ഈ മാതൃഭൂമി ചാനലിലുള്ള അഭിലാഷ് മുമ്പൊരിക്കലെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ISIS-ന് കേരള നെതുവത്തുൽ മുജാഹിദീനിൽ സ്പെഷ്യൽ സംവരണം ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുജാഹിദ് പ്രസ്ഥാനം ISIS-ലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നു, ജമാഅത്തെ ഇസ്ലാമി ഹുക്കൂമത്തെ ഇലാഹിയും ഇഖാമത്തുദ്ദീൻ പോലെയുള്ള ആശയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ആ തരത്തിലുള്ള നിലപാടുകളുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു നിൽക്കണം, മാറി നിൽക്കണം എന്ന് സുന്നി പണ്ഡിതന്മാരെ നിലപാടെടുത്തത് മതപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെയാണ് പരസ്പരം അറിയാത്ത നേതാക്കൾക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കി എന്ന് പറഞ്ഞതും ഇപ്പം അത് പറഞ്ഞതിൽ എന്താണ് പ്രശ്നമെന്ന് അതേ ലൈവായിട്ട് ചോദിക്കുന്നതും അതിൽ പ്രശ്നമുണ്ട്. അത് SYS പ്രശ്നവൽക്കരിച്ചുകൊണ്ടേയിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയോടും മുജാഹിദിനോടും എല്ലാവരും ഇടപെടലിയിട്ട് പ്രശ്നമില്ല, ഇഖാമത്തുദ്ദീൻ പ്രശ്നമില്ല, ISIS-ലേക്കുള്ള റിക്രൂട്ട്മെന്റിന് ഇനിയും സാഹചര്യം ഉണ്ടാകുന്നത് പ്രശ്നമില്ല എന്നൊരു നിലപാടിലേക്ക് അതിന് പറ്റിയ ഒരു സാഹചര്യം ഇവിടെ ശ്രീ ബാവ അറക്കൽ, താങ്കൾക്ക് പെട്ടെന്ന് ഒരു വരിയിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാമെങ്കിൽ പറയാം, സമയക്കുറവുണ്ട് നമുക്ക്. ഞാൻ പറയട്ടാ, ഇതിന് ഒരു കാരണവശാലും ഞാൻ എൻ്റെ പ്രസ്ഥാനം അതായത് ഈ പറയുന്ന പ്രസ്ഥാനവും മുസ്ലിം ലീഗും ഒരുമിച്ച് നിൽക്കുന്ന അന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ 89 മുതൽ ഇന്ന് വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ അടി മുതൽ മുടി വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഒരിക്കലും എൻ്റെ ആദർശം പണയപ്പെടുന്ന ഒരു വാക്കും പറയില്ല. പ്രത്യേകിച്ച് പരസ്പരം മിണ്ടാതിരിക്കുന്ന നേതാക്കൾ എന്നതുകൊണ്ട് ഇദ്ദേഹം വിവക്ഷിച്ച ഒരു കാര്യവും ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വല്ലവർക്കും വന്നതെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, സമയക്കുറവുള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. അതിഥികൾക്ക് ഇരുവർക്കും നന്ദി.